ഇന്ന് നമ്മൾ മലങ്കര ഡാമിലാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങളൊരു ട്രിപ്പായിട്ടൊന്നും പോയതല്ല. എൻ്റെ വലിയ മോൻ അവിടെ തൊടുപുഴ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ അവനെ കൊണ്ടുവിടാൻ പോയപ്പോൾ ഞങ്ങളുടെ സോളുക്കുട്ടൻ ഓണത്തിൻ്റെ അവധി തുടങ്ങിയപ്പോൾ തൊട്ട് വഴക്കായിരുന്നു. നമ്മൾ പാർക്കിലൊന്നും പോയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോൻ പറഞ്ഞു ഇവിടെ ഒരു കൊച്ചു പാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി അവിടെ കയറിയത്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ് അവിടുത്തെ ചാർജ്. അങ്ങനെ നമ്മൾ കാറ് ഉള്ളിലേക്ക് കടത്തി കഴിഞ്ഞാൽ ഡാമിൻ്റെ അടുത്ത് വരെ നമുക്ക് കാറിൽ പോയി കാണാനായിട്ട് പറ്റും. ഡാമിൻ്റെ അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല എന്നവിടെ ചേട്ടന്മാർ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഡാമിൻ്റെ ഭാഗത്തോട്ടൊന്നും പോയില്ല. ഉച്ച സമയത്തായിരുന്നു നമ്മളവിടെ എത്തിയത്. അപ്പോൾ നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം മെയിൻ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഭയങ്കര മനോഹരമായ ഒരു പാർക്കാണ്. കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട്. അതുപോലെ അവിടേക്ക് ഇരിക്കാനായിട്ട് കുറേ ബെഞ്ചുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മനോഹരമായൊരു തടാകമുണ്ട്. അത് കൃത്രിമ തടാകമാണെന്ന് പിന്നീടാണ് അറിഞ്ഞത്. പിന്നെ കുട്ടികൾക്ക് കുറേ നേരം കളിച്ചുല്ലസിക്കാനായിട്ട് കുറേ റൈഡുകളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല, കുറേ റൈഡുകളൊക്കെ അതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല തണൽ മരങ്ങളുള്ളത് കാരണം നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാനായിട്ട് തോന്നും. പിന്നെ നമുക്ക് ഇലവിഴ പൂഞ്ചിറ ഹിൽ സ്റ്റേഷൻ്റെ ഒരു വ്യൂ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. നല്ലൊരു പിക്നിക് സ്പോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ബോട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ബോട്ടിംഗ് ഒന്നും കണ്ടില്ല. പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പിക്നിക് സ്പോട്ടായിരുന്നു മലങ്കര ഡാം.